നമസ്കാരം. വളരെയധികം ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതായ ഒരു യോഗം തന്നെയാണ് ലക്ഷ്മി നാരായണ യോഗം. ബുധനും ശുക്രനും തുലാം രാശിയിൽ കൂടിച്ചേരുന്നതിന്റെ ഫലമായാണ് ലക്ഷ്മി നാരായണ യോഗം രൂപപ്പെടുന്നത്. അതിനാൽ തന്നെ വളരെയധികം സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. ഒരു വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു യോഗം രൂപാന്തരം കൊള്ളുന്നത്. അതിനാൽ ഈ രാശിക്കാർക്ക് വളരെയധികം ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിക്കും. പല രീതിയിലുള്ള മാറാത്ത പ്രതിസന്ധികളും നിങ്ങൾക്ക് നിശേഷം മാറും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ ഈ സൗഭാഗ്യം തേടിയെത്താൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തുലാം രാശി. തുലാം രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ യോഗം അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് നൽകാൻ പോകുന്നു എന്ന് തന്നെ പറയാം. പലപ്പോഴും നിങ്ങളുടെ ലഗ്നത്തിലാണ് ഈ രാജയോഗം രൂപാന്തരം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അനുകൂലമായ മാറ്റങ്ങൾ അല്പം കൂടുതലായി തന്നെ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലവിധ മാറ്റങ്ങൾ നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കും. പലപ്പോഴും സാമ്പത്തികപരമായും അനുകൂലമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം ലഭിക്കാത്തതായ അവസ്ഥ, സ്ഥിതിവിശേഷമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ മാറ്റങ്ങൾ വന്നു ചേരും. അനുകൂലമായ ഫലങ്ങൾ, കഠിനാധ്വാനത്തിന്റെ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി എത്തുക തന്നെ ചെയ്യും. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. ബഹുമാനം വർദ്ധിക്കും, അന്തസ്സ് വർദ്ധിക്കും. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കും. ജനപ്രീതി നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ ഒരു സമയം തന്നെയാണ് എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ തന്നെ സംശയം വേണ്ട. നിങ്ങൾക്ക് തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ലക്ഷ്മി നാരായണ യോഗത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരിക. നൽകിയിരിക്കുന്നതായ പണം, കൊടുത്തിരിക്കുന്നതായ പണം തിരികെ കിട്ടുകയും സാമ്പത്തിക സ്ഥിതി ഉയരുകയും ചെയ്യും. അത്തരത്തിൽ ധനപരമായ നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. അത്തരത്തിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ കൂടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ലക്ഷ്മി നാരായണന്മാരെ ആരാധിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. പ്രധാനമായും വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. മകരം രാശി. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി നാരായണ യോഗം അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. പലപ്പോഴും നിങ്ങളുടെ കർമ്മരംഗത്ത് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ് ലക്ഷ്മി നാരായണ യോഗത്താൽ നിങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ കർമ്മരംഗത്താണ് കൂടുതലായും ഇത്തരത്തിലുള്ള ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ. ജീവിതത്തിലെ പല വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ സമയം ജീവിതത്തിലേക്ക് തേടി വരിക തന്നെ ചെയ്യും. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാകും. പണം കൈകളിലേക്ക് വന്നു ചേരാം. എന്നാൽ ചെലവ് അല്പം നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതായ പുരോഗതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. ജോലി ഉള്ളവർക്ക് നിങ്ങൾക്ക് പ്രമോഷൻ ലഭിക്കുക, സ്ഥാനോന്നതി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ശമ്പള വർധനവ് പോലും ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. മേലധികാരികളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രീതി സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതിനോടൊപ്പം സാമ്പത്തികപരമായ വിഷമതകൾ ഒരു പരിധിവരെ അകറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ ഈ രാശിക്കാർക്ക് കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾ താൽക്കാലികമായാണ് എങ്കിലും അവസാനിപ്പിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
ബിസിനസ് വിപുലീകരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം ജോലി ലഭിക്കുക ആഗ്രഹിച്ചതായ ജോലി ലഭിച്ചില്ല എങ്കിൽ പോലും താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാം. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അത്തരം സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകാം. സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ തേടിയെത്താം. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില യാത്രകൾ, ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ കൈകളിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ പൊതുവിൽ നിങ്ങൾക്ക് നോക്കുകയാണ് എങ്കിൽ സന്തോഷം വളരെയധികം കൂടുതലായി അനുഭവിക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാകുന്നു. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ആ കാര്യം, കൈകളിൽ ധനം നിൽക്കുവാനുള്ള സാധ്യതകൾ അല്പം കുറവാണ് എന്ന് തന്നെയാകുന്നു. അതിനാൽ ആ കാര്യത്തിൽ അല്പം ശ്രദ്ധ നിങ്ങൾ കൂടുതലായി പുലർത്തേണ്ടതായിട്ടുണ്ട്. കുംഭം രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ രാജയോഗം വളരെയധികം അനുകൂലമായ ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും ജാതകത്തിന്റെ 9ാം ഭാവത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടുന്നത്. പലപ്പോഴും നിങ്ങളുടെ ഭാഗ്യം നിരവധിയാർന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായ സമയം കൂടിയാണ് ഇത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാൻ പോകുന്നതായ സമയം തന്നെയാകുന്നു. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ, ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ സമയം. കൂടാതെ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ നേട്ടം വർദ്ധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം വളരെയധികം യാത്രകൾ, അത് വിദേശത്തേക്കാണ് എങ്കിൽ പോലും അത്തരത്തിലുള്ള യാത്രകൾക്ക് യോഗമുള്ള ഒരു സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം ഗുണകരമായ മാറ്റങ്ങൾ വർദ്ധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അനുസരിച്ച് നേട്ടങ്ങൾ വർദ്ധിക്കും. അതിനാൽ തന്നെ ശ്രദ്ധയോടെ വന്നു ചേരുന്നതായ ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് രണ്ടാമതൊരു ബിസിനസ് കൂടി അല്ലെങ്കിൽ മറ്റൊരു ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുകയോ അത്തരം സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയം കൂടിയാകുന്നു. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതുമാണ്. ജോലി വിദേശത്താണ് എങ്കിലും ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ഈ സമയം ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അല്പം ധനപരമായ നേട്ടങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രണയികൾക്കും അനുകൂലം തന്നെയാണ് സമയം. വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. അനുകൂലമായ ബന്ധം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ബുദ്ധിപരമായി പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കാം. അത്തരത്തിൽ പൊതുവിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. പരമശിവനെ നിങ്ങൾ ആരാധിക്കുക. കൂടാതെ ഈ സമയം ലക്ഷ്മി നാരായണന്മാരെ ആരാധിക്കുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന രാശിക്കാർ ഏവരും ലക്ഷ്മി നാരായണന്മാരെ കൂടി ആരാധിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.